വി.ഡി. സതീശന് ചെന്നിത്തല സിൻഡ്രോം, അടിയന്തര ചികിത്സ വേണമെന്ന് കെ.പി.സി.സി ഭാരവാഹികൾ. ആർത്തിമൂത്ത് ഉമ്മൻചാണ്ടിക്ക് പണി കൊടുത്ത് മുഖ്യമന്ത്രി കസേര കൈക്കലാക്കുവാൻ നോക്കിയ ഒടുക്കം കോൺഗ്രസ് പാർട്ടിയെ മൊത്തത്തിൽ കഴിഞ്ഞ 10 കൊല്ലം ഗാലറിയിലിരുത്തിയ മാരക ചെന്നിത്തല സിൻഡ്രോം വി.ഡി. സതീശന് പിടിപെട്ടതായി ആരോപിച്ച് കെ.പി.സി.സി ഭാരവാഹികൾ രംഗത്തെത്തി. കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരന്റെ രോഗാവസ്ഥ മുതലെടുത്തും കേരളത്തിലെ നിലവിലുള്ള രാഷ്ട്രീയാന്തരീക്ഷം കണക്കിലെടുത്തും ചെന്നിത്തലയിസമിറക്കി ഒരു കളി കളിച്ചാൽ അടുത്ത മുഖ്യമന്ത്രി പദം ഇങ്ങി പോരും എന്ന പ്രതീക്ഷയിലാണ് വി.ഡി. സതീശന്റെ ഫൗൾ കളികൾ. ഈ ലക്ഷ്യം വെച്ച് അദ്ദേഹത്തിന്റെ കളികൾ തുടങ്ങിയിട്ട് 2.5 വർഷം കഴിഞ്ഞു. വി.ഡി. സതീശന്റെ ഈ ക്ഷുദ്രപ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്നത് അടുത്ത കാലത്ത് വണ്ടി ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയ ബിഷപ്പിന്റെ തിരുവനന്തപുരത്തെ ഒരു ബിനാമി ബിഷപ്പ് നാമധാരിയാണ്. തിരുവനന്തപുരം കവടിയാർ കേന്ദ്രീകരിച്ച് ഹവാല ഇടപാടുകൾ ചെയ്യുന്ന മെനകെട്ട ഈ അരമനയിലിരിക്കുന്ന ബിഷപ്പാണ് പ്രതിപക്ഷ നേതാവിന്റെ ഇഫ്താർ പാർട്ടി അടക്കമുള്ള കാര്യങ്ങൾ സ്പോൺസർ ചെയ്യുന്നത്. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, വേദിയിൽ അഡ്രസ് ഉള്ളവന്മാരുടെ അടുത്തിരുത്തണം, അങ്ങനെ തനിക്കും അഡ്രസ്സ് വേണമെന്ന്. തൻ്റെ ശത്രുക്കളെ തകർക്കുവാൻ വി.ഡി. സതീശൻ ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ ബിനാമികളെ വെച്ച് വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തി അവർക്കെതിരെ വാർത്തകൾ പടച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. കെ. സുധാകരനെതിരെയും ചാണ്ടി ഉമ്മനെതിരെയും ഒക്കെയുള്ള കളികൾ ഇതിൻ്റെ ചെറിയ ഉദാഹരണങ്ങളാണ്. മലയാള മനോരമയിൽ നിന്നും അടുത്തിടെ വിരമിച്ച ഒരു പ്രമുഖ തീവട്ടി ജേർണലിസ്റ്റിനെ കൊണ്ട് സോളാർ വിഷയത്തിൽ ഒരു ബുക്ക് എഴുതിച്ചതും ഇതേ ലക്ഷ്യത്തോടെയാണ്. സെക്രട്ടേറിയറ്റിൽ വൈകുന്നേരങ്ങളിൽ മന്ത്രിമാരുടെ ഓഫീസുകളിൽ കുത്തിയിരുന്ന് അവരുടെ ആവശ്യാർത്ഥം അടുത്ത ദിവസത്തേക്കുള്ള വിവാദങ്ങൾ പാകപ്പെടുത്തിയിരുന്ന ഈ ജേർണലിസ്റ്റ് മനോരമയിൽ ജോലി ചെയ്ത കാലത്ത് ഒന്നും സോളാർ കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചു നോക്കിയില്ല. റിട്ടയർഡ് ആയ ശേഷമാണത്രേ അതെല്ലാം വായിച്ച് ഒരു പുസ്തകം എഴുതി ഉമ്മൻചാണ്ടി നല്ലവനാണെന്ന് പ്രഖ്യാപിക്കുവാൻ തോന്നിയത്. ആ സമയം ചെന്നിത്തലയ്ക്കൊപ്പം നിന്ന് ഉമ്മൻചാണ്ടിക്കെതിരായി മൗനം പാലിച്ചു. എങ്ങും തൊടാതെ വാർത്തകൾ എഴുതി വിവാദങ്ങൾ ഏറ്റുപിടിച്ചു. ഉമ്മൻചാണ്ടിയെ പിന്തുണയ്ക്കേണ്ടുന്ന അവസരത്തിൽ മൗനം പാലിച്ചു. ഇപ്പോൾ പഴയ മനോരമ ബന്ധമുള്ള ഈ ജേർണലിസ്റ്റിനെ കൂടെ നിർത്തിയാൽ പ്രയോജനമുണ്ടെന്ന് കരുതിയാണ് വി.ഡി. സതീശൻ പതുക്കെ ഈ മുണ്ടക്കയംകാരനെ പൊക്കിക്കൊണ്ടുവരുവാൻ നോക്കുന്നത്. അതുപോലെ അടുത്ത തവണ കോൺഗ്രസ് വന്നാൽ തനിക്കും ഉന്നത പദവികൾ കിട്ടുമെന്ന് മുണ്ടക്കയംകാരൻ കരുതുന്നു. 2025 എങ്ങനെയും മുഖ്യമന്ത്രിയാകുക, തടസ്സം നിൽക്കുവാൻ പാരയാകുവാൻ സാധ്യതയുള്ളവന്മാരെ മുൻകൂട്ടി വെട്ടിനിരത്തുക, ഇതാണ് വി.ഡി. സതീശന്റെ വിഷൻ 2025. കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരന്റെ അനാരോഗ്യം മറയാക്കി പ്രതിപക്ഷ നേതാവ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നു എന്ന വികാരം ഇപ്പോൾ പൊതുവിൽ ശക്തമാണ്. ഈ വികാരം പാർട്ടി വേദിയിൽ പരസ്യമായ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിയതോടെ സതീശനെതിരെ പാളയത്തിൽ പടത്തുടങ്ങിക്കഴിഞ്ഞു. അടുത്തിടെ പ്രതിപക്ഷ നേതാവിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം അഡ്മിനായി വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയതിന്റെ പേരിലാണ് ഇപ്പോൾ കെ.പി.സി.സി ഭാരവാഹികൾ രംഗത്തെത്തിയത്. സംഘടനാ കാര്യങ്ങളുടെ നിയന്ത്രണം പ്രതിപക്ഷ നേതാവ് ഏറ്റെടുക്കുന്നുവെന്ന പരാതി ജനറൽ സെക്രട്ടറിമാരായ പഴകുളം മധു, എം നിസാർ എന്നിവർ ഉന്നയിച്ചു. ഇതിനെ തുടർന്ന് കെ.പി.സി.സി ഭാരവാഹികളുടെ അടിയന്തര യോഗം ഓൺലൈനിൽ വ്യാഴാഴ്ച രാത്രി കെ. സുധാകരൻ വിളിച്ചു ചേർത്തു. ഈ യോഗത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ കടന്നുകയറ്റം ഭാരവാഹികൾ ഉന്നയിച്ചത്. കെ.പി.സി.സി ജനറൽ സെക്രട്ടറിമാർ നോക്കുകുത്തികളായി മാറുന്നുവെന്നായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട പരാതി. വയനാട്ടിൽ നടന്ന ക്യാമ്പിലാണ് മിഷൻ 2025 എന്ന പേരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുവാനുള്ള കർമ്മപരിപാടി എന്ന പേരിൽ പദ്ധതിക്ക് രൂപം നൽകിയത്. പ്രതിപക്ഷ നേതാവാണ് ഇതിന്റെ കർമ്മരേഖ അവതരിപ്പിച്ചത്. ക്യാമ്പിന് ശേഷമുള്ള തുടർ പ്രവർത്തനങ്ങൾക്കും പ്രതിപക്ഷ നേതാവ് തന്നെ നേതൃത്വം നൽകി. ഇതോടെയാണ് കെ.പി.സി.സി ഭാരവാഹികളിൽ ഒരു വിഭാഗത്തിന് എതിർപ്പ് തുടങ്ങിയത്. ഗ്രൂപ്പുകൾ ഏതാണ്ട് ഒതുങ്ങി എന്ന അവസരത്തിൽ വി.ഡി. സതീശൻ തനിക്കൊപ്പം നിൽക്കുന്നവരെ പരിഗണിക്കുകയും അല്ലാത്തവർക്കിട്ട് പണിയുകയും ചെയ്യുന്നുവെന്ന് ഭാരവാഹികൾക്ക് മനസ്സിലായതോടെയാണ് അവർ പരസ്യമായി രംഗത്തെത്തിയത്. ഓരോ ജില്ലയിലും നിലവിൽ കെ.പി.സി.സി ജനറൽ സെക്രട്ടറിമാർക്ക് ചുമതലയുണ്ട്. അതിന് പുറമെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം എന്ന രീതിയിൽ മുതിർന്ന നേതാക്കന്മാർക്ക് പ്രത്യേകം ചില ചുമതലകൾ നൽകിയത്. ഇത് ജനറൽ സെക്രട്ടറിമാരെ ചെറുതാക്കാനാണെന്നായിരുന്നു പരാതി. ക്യാമ്പിന് ശേഷം പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു സർക്കുലർ ഇറക്കി. വാർഡ് വിഭജനം, തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ചുമതലകൾ, വാർഡ് കമ്മിറ്റികളുടെ രൂപവത്കരണം എന്നിവയൊക്കെയായിരുന്നു വിഷയങ്ങൾ. ഇതോടെ നേരത്തെയുള്ള അതൃപ്തി പൊട്ടിത്തെറിയായി മാറി. സംഘടനാ കാര്യങ്ങൾ സർക്കുലറായി ഇറക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് അല്ലെന്ന പരാതി പാർട്ടിക്കുള്ളിൽ ഉയർന്നു. അക്കാര്യമാണ് പഴകുളം മധുവും നിസാറും കെ.പി.സി.സി പ്രസിഡന്റിനെ അറിയിച്ചതും പിന്നാലെ അടിയന്തര യോഗം വിളിച്ചതും. പ്രതിപക്ഷ നേതാവിൻ്റേത് സമാന്തര സംഘടനാ പ്രവർത്തനമാണെന്നായിരുന്നു ചില നേതാക്കളുടെ വിമർശനം. സർക്കുലർ ഇറക്കേണ്ടുന്നത് കെ.പി.സി.സി പ്രസിഡന്റ് തന്നെയാണെന്നാണ് യോഗത്തിൽ കെ. സുധാകരൻ വിശദീകരിച്ചത്. വി.ഡി. സതീശൻ ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. പരാതികൾ പരിഹരിക്കാമെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ നേതാക്കൾക്ക് മറുപടിയും നൽകി. കുറച്ചു കാലമായി മറച്ചുപിടിക്കുവാൻ സാധിച്ചിരുന്ന കെ. സുധാകരനും വി.ഡി. സതീശനും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ മറന്നേക്ക് പുറത്തു വരികയാണ്. കെ.പി.സി.സി ഓഫീസിലേക്ക് പോലും പ്രതിപക്ഷ നേതാവ് എത്തുന്നത് വിരളമാണ്.
കെ സുധാകരനൊപ്പം നിൽക്കുന്ന നേതാക്കളെ പ്രതിപക്ഷ നേതാവ് അവഗണിക്കുന്നു എന്നും കടുത്ത വിമർശനമുണ്ട്. ഇതിനിടെയാണ് സതീശനെതിരെ പാളയത്തിൽ നിന്നും പടയൊരുക്കവും നടക്കുന്നത്. വി ഡി സതീശൻ ഫണ്ട് കിട്ടുവാൻ സാധ്യതയുള്ള തീവട്ടി ബിഷപ്പുമാരുടെയും പാസ്റ്റർമാരുടെയും ന്യൂ ജനറേഷൻ ആത്മീയ കച്ചവടക്കാരുടെയും അടുത്ത് മാത്രമേ പോവുകയുള്ളൂ എന്നും വിമർശനമുയരുന്നുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.